ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. സോ ഞാൻ ഓർത്തു ഒരു വീഡിയോ കൂടെ എടുത്തേക്കാം. ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഒരു ഇഫ്താർ പരിപാടിയുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ 3 പേര് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവർക്കൊരു 7 month സെറിമണി പോലെ ചെറുതായിട്ടൊരു 2-in-1 ഫംഗ്ഷൻ രണ്ടും കൂടെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കണ്ണിരിക്കുന്ന കണ്ട കറുത്ത് കരിവാളിച്ച് 1 ലിറ്റർ എണ്ണ കൂടെ ഒഴിക്കുക. അത്രയും കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. കാരണം അത്ര പ്രോപ്പറായി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് എപ്പോഴും ഉറങ്ങുന്ന പോലെ ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഒന്ന് മിനിങ്ങേക്കാന്ന് വിചാരിച്ച് ഈ കാട് രണ്ടും വെട്ടി തെളിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം പോയി ത്രെഡ് ചെയ്യണം. അങ്ങനെ ത്രെഡ് ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ. ഇന്നാണ് ഒരിക്കലും ഇല്ലാത്ത പോലത്തെ പോസ്റ്റ്. ഞാൻ ഇന്ന് വരെ അവിടെ വന്നിട്ട് ഇത്രയും പോസ്റ്റ് ആയിട്ടില്ലേ. അവർക്കറിയാൻ തോന്നും നമുക്ക് സമയമില്ല, അതുകൊണ്ടിട്ടാന്ന് തോന്നും. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് ഉലർത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. 5 മണിക്കെങ്കിലും അവിടെ ചെല്ലണമെന്നാണ് കരുതുന്നത്. എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് 5:50 ഇന്ന് നോമ്പ് തുറക്കുന്നത്. അപ്പം 5 മണിക്ക് അവിടെ ചെന്ന് കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പം അടുത്ത ഫ്രണ്ടിൻ്റെ വീട് അടുത്ത് തന്നെയാണ്. അവിടെ ഏകദേശം ഒരു 5 മിനിറ്റേ ഉള്ളല്ലോ, 5 മിനിറ്റ് പോലും ഇല്ല നടക്കാൻ. അപ്പം അതുകൊണ്ട് ട്രാവലിംഗ് ടൈമൊന്നും പോകത്തില്ല. അപ്പോൾ ഇനി കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഓൾമോസ്റ്റ് എല്ലാ സാധനവും കിട്ടി. ഇനി ബീഫ് കൂടെ വാങ്ങിക്കാനുണ്ട്. അത് ഇവിടുന്നല്ല, നമ്മൾ അപ്പുറത്തെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ അവിടെയാണ് നല്ല ബീഫ് കിട്ടുന്നത്. ഗമയാണ്. ഡോറൊക്കെ അടക്ക്. ആക്ഷൻ. വെറുതെ പണിയെടുക്കാറില്ല. എത്ര രൂപ എടുത്ത്? 30. അപ്പോൾ അതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. റിജോയുടെ അവിടെ ബീഫ് കഴുകാൻ സ്റ്റാർട്ട് ചെയ്തു. റിജോയുടെ പണിയാൻ അവിടെ തുടങ്ങി. ഞാൻ അപ്പോഴത്തേക്കും സവോളയെല്ലാം അരിഞ്ഞ് കട്ട് ചെയ്ത് സെറ്റാക്കട്ടെ. അപ്പം ഇടയിലൊക്കെ കാണാം. റിജോയുടെ ഇവിടെ ബീഫ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. എന്ത് പറ്റി റിജോ? അപ്പോഴത്തേക്കും ഞാൻ പോയി സവോളയെല്ലാം അരിഞ്ഞു വെക്കട്ടെ. ഞാനിവിടെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ അമ്മായിയമ്മേ ആളൊരു ബീഫ് സ്പെഷ്യലിസ്റ്റ് ആണേ. അമ്മയുടെ ബീഫ് ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ പണ്ട് കോളേജിൽ പോകുന്ന ടൈമിൽ, കോളേജിൽ ടൂറ് പോകുന്ന ടൈമിലുണ്ടല്ലോ, നമ്മുടെ പോകുന്ന ദിവസത്തെ ഡിന്നർ മറ്റേ വണ്ടിയുടെ ആളുകളെ ഏക്കത്തില്ല, മറ്റേ പാക്കേജിൽ ഇല്ലാത്ത. അപ്പം അത് നമ്മൾ കയ്യിൽ നിന്ന് കൊണ്ടുവരണം, മീൻസ് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. സോ ബോയ്സ് എല്ലാം കൂടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിജോയുടെ അമ്മേനെ കൊണ്ട് ബീഫ് ഉലർത്ത് ഉണ്ടാക്കിച്ചിട്ട് ചപ്പാത്തിയായിട്ട് കഴിച്ചു. ഞാനൊന്നും ഫുഡ് കൊണ്ടുപോയില്ല. കാരണം എൻ്റെ അമ്മായിയമ്മ നോക്കുമ്പോൾ ഞാൻ പിന്നെ എന്തിനാ വേറെ ഫുഡ് മേടിക്കുന്നത്. അങ്ങനെ എനിക്കും കിട്ടി ഒരു പൊതി. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലുണ്ടല്ലോ, സൺഡേസിൽ റിജോയുടെ വീട്ടിൽ ബീഫ് വെക്കുന്ന ടൈമിൽ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ മൺഡേ എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് ബീഫും ബ്രെഡ് റോസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെന്താ ചപ്പാത്തിയുടെ കൂടെ ആയിട്ട് റിജോ കൊണ്ടുവരുമായിരുന്നു. നല്ല സംഭവം അടിപൊളിയാണ് കേട്ടോ. അത്രയും ഞാൻ എത്തിയിട്ടില്ല, പക്ഷെ എന്നാലും തരക്കേടില്ലാതെ ഞാൻ വെക്കും, അല്ലേ റിജോ? അപ്പൊ ഇത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന ഇത് സ്ലോ ആവും. ഇത് ഞാൻ പെട്ടെന്ന് തീർക്കട്ടെ, എന്നിട്ട് നിങ്ങളെ എല്ലാം സെറ്റാകുമ്പോൾ കാണിക്കാം. ഇത് നമ്മൾ 2 കുക്കറിലായിട്ടാണ് കേട്ടോ ബീഫ് സെറ്റാക്കുന്നത്. അപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് സവോള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. അങ്ങനെ ഗൈസ്, എൻ്റെ അസിസ്റ്റന്റ് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ അതെനിക്ക് ഇതിനകത്ത്? കഴിഞ്ഞ ആഴ്ച ഒരു കൊച്ചിക്കാരുടെ എന്തായിരുന്നു ബീഫ് ഉപ്പിട്ടതാ. ഉപ്പിറച്ചിയും പുട്ടും ഉണ്ടാക്കി അവരിട്ട എക്സ്പീരിയൻസേ ഉള്ളൂ. അതിൻ്റെ അഹങ്കാരത്തിലാണ് ഈ കിടന്ന് കുഴയ്ക്കുന്നതല്ലേ. എവിടെ നോക്കട്ടെ, മുഖമൊന്ന് കാണിക്കും. പിന്നെ ഞാൻ ബീഫ് ഉലർത്ത് മാത്രമല്ല വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ റിജോയ്ക്ക് വേണ്ടിയിട്ടാണ്. റിജോ ഇപ്പം കുറച്ച്
കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. അപ്പം അവിടെ കുറേ സ്നാക്സ് ഒക്കെ കാണുമല്ലോ, ഫ്രൈഡ് അല്ലേ. അപ്പം റിജോയ്ക്ക് അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കാൻ പറ്റാത്തതല്ല, റിജോ കഴിക്കുന്നില്ല അതൊന്നും. സോ ഇപ്പം എല്ലാവരും കഴിക്കുമ്പോൾ റിജോ വെറുതെ കൊതിവിട്ടിരിക്കത്തില്ലേ. അതുകൊണ്ട് ഞാനൊരു ഹെൽത്തി ചിക്കൻ കട്ട്ലറ്റ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം നമ്മുടെ ചക്കവറുത്ത കഴിക്കുന്ന പോലെ ഇരിക്കും. മറ്റേ ഇങ്ങനെ ചുങ്ങിയ ചക്കവറുത്തയില്ലേ, അതുപോലെ ഇരിക്കും. അപ്പം അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പൊറോട്ട ഇവിടെ ചൂടാനുണ്ട്. അപ്പം എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണം. കുക്കർ ഇവിടെ മത്സരിച്ച് വിസിലടിക്കുകയാണ് ഗൈസ്. ഓ എന്തൊരാശ്വാസം, എന്തൊരു ചെവിതല ഇല്ലാതെയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ നമ്മുടെ എന്തെങ്കിലും സീസണിങ് ഒക്കെ ചേർത്താൽ മതി. ഇത് ബുസി റിജോയ്ക്ക് വേണ്ടി, പിന്നെ മിച്ചി ഷഹബാസ് എല്ലാവർക്കും കൂടെ വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയ ഹെൽത്തി സമൂസയാണ് ഗൈസ്. ഇത് നമ്മൾ എയർ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ വരാൻ വേണ്ടി പാത്രം കഴുകുന്ന അയ്യോ മതിയാ. ഇഷാൻ വന്നിട്ടുണ്ട്. സമൂസ എങ്ങനെയുണ്ട് ഗൈസ്? ഇത് ബുസിയുടെ വക സമൂസയാണ്. പണ്ട് ആരിഫിക്കാടെ കടയിൽ പോയി നോക്കി നിന്നെങ്കിലും എന്താ പണി പഠിച്ചല്ലേ, ഒരു പണി പഠിച്ചു. ഇത് നമ്മുടെ ഹെൽത്തി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുകൂടി ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുത്താൽ സെറ്റ്. പണിയൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് ഞാൻ പോയി റെഡി ആകട്ടെ. റിജോ കിച്ചണിലുണ്ട്. ബാക്കി പണി റിജോനെ ഏൽപ്പിച്ചു. അപ്പം റെഡി ആയി കഴിയുമ്പോൾ കാണാം. ഓക്കെ, നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആകെ ഹറിബറി ആയിപ്പോയി. ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ കൂടെ ഇച്ചാപ്പിക്കും അക്കുസേട്ടനും വരണമെന്ന് പറഞ്ഞു. ഹായ് പറ. എല്ലാരും അത് ഞാൻ വീഡിയോ എടുക്കുന്ന അറിഞ്ഞായിരുന്നോ? എന്നിട്ട് എങ്ങനെയുണ്ട് എന്റെ വീഡിയോസ് ഒക്കെ? കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ പലഹാരങ്ങൾ. നല്ല അട്ടിപ്പത്തൽ, ചിക്കൻ പഫ്സ്, ഉന്നക്കായ, ഉണ്ണിയപ്പം, സമൂസ, കട്ട്ലറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കഴിച്ചു വയറെല്ലാം അങ്ങ് ഫുള്ള്. ഞാനും നോമ്പ് തുറക്കട്ടായിരുന്നു. നോമ്പ് 2 വട്ടം ഞാൻ ഉച്ചക്ക് തുറന്നായിരുന്നു. ഋഷിയുടെ സ്പെഷ്യൽ മാംഗോ പൾസാണ്. കൊള്ളാം. കുട്ടികളുടെ നല്ല ചെലവാ, അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പിള്ളേരെ കൊടുത്ത് പറ്റിക്കാന്ന് വിചാരിച്ചാൽ മതി. ഏകാമാസ ചടങ്ങായതുകൊണ്ടിട്ട് കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ വീട് മിസ്സായി. അതായത് ഞങ്ങളുടെ താത്ത, അമ്മയുടെ പാപ്പാടെ ആണ്ടിന് ഞങ്ങളിങ്ങനെ ഓരോ കൊല്ലം വീട്ടിലിങ്ങനെ പ്രാർത്ഥനയൊക്കെ നടത്തുമായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ പെട്ടെന്ന് അതെല്ലാം മിസ്സായി. പിന്നെ ഇതായിരുന്നു കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഇതെനിക്ക് ടാനിയ നാട്ടിൽ വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ എൻ്റെ ക്യാമറാമാനും ലൈറ്റ്മാനും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിക്കുവാണ്. ബ്രൂട്ടീഷൻ ഞാൻ ചെയ്യാറില്ല ജംഷി, ബ്രൂട്ടീഷൻ ഞാൻ ചെയ്യാറില്ല. ഇത് ചിലപ്പോ മേക്കപ്പ് ഇട്ട് എന്നിട്ട് പിന്നെ ഒന്ന് മുറിഞ്ഞിട്ട് പിന്നെ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ 7th month സെറിമണിയുടെ പലഹാരങ്ങൾ. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മൂ സരിതയൊക്കെ പ്രഗ്നന്റ് ആയ ടൈമിൽ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ ആയിട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ലഡുവും ജിലേബി ഹൽവയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വീട്ടിൽ വരുന്നവരൊക്കെ ഓരോരോ കവറായിട്ടായിരുന്നു വരുന്നത്. അതുകൊണ്ട് എവിടെ നോക്കിയാലും ഫുഡായിരുന്നു. ഇതായിരുന്നു കേട്ടോ നമ്മുടെ 7th month സെറിമണി. മിച്ചി അംനാസും കാസർഗോഡുകാരാണ്. അപ്പം അവരുടെ രീതിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പവും തേങ്ങാപ്പാലും കൂടെ കൊടുക്കണം കേട്ടോ. പിന്നെ അസിക്കും നബിനും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവർക്ക് മധുരം എന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ബുസിക്കും ഇഷാനും സെയിം ആയിരുന്നു കേട്ടോ. അവരും കാസർഗോഡുകാരായതുകൊണ്ട് ഇങ്ങനെ ഇടിയപ്പവും തേങ്ങാപ്പാലുമാണ് അവർക്കും കൊടുക്കേണ്ടത്. എന്തായാലും ഓരോ സ്ഥലത്തും ഓരോരോ രീതികളാണ്. പക്ഷെ അതൊക്കെ ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ഈ വീടും നാടും ഒക്കെ വിട്ട് വേറൊരു രാജ്യത്ത് ഇതൊക്കെയല്ലേ നമ്മുടെ
സന്തോഷങ്ങളും സെലിബ്രേഷൻസും ഒക്കെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒന്നാണ്. പിന്നെ ചടങ്ങുകളെല്ലാം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായി നടന്നു കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവരെല്ലാം സ്വീറ്റ്സ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടേൺ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. പരിപാടി നമ്മൾ ആകെ കളർഫുള്ളാക്കി. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ നാളെ കുറച്ച് പേർക്ക് ഷിഫ്റ്റ് ഉണ്ട്, പിള്ളേർക്ക് സ്കൂളിൽ പോകണം. പിന്നെ നോമ്പൊക്കെ എടുത്ത് എല്ലാവരും ടയേർഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ തന്നെ പിരിയാനായിരുന്നു കേട്ടോ പ്ലാൻ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞങ്ങളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. ബൈ. ഫുഡെല്ലാം കഴിച്ചു, ഒരു സൈഡായി. ബാക്കി മിച്ചം ഉണ്ടായിരുന്നെല്ലാം റുബീന പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരാഴ്ചത്തേക്ക് കുക്ക് ചെയ്യത്തില്ല എന്നാണ് റുബി പറഞ്ഞിരിക്കുന്നത്, അല്ലേ റുബി? ഇനി 1 വീക്ക് റുബി ഓഫാണ്. അപ്പം ബൈ ഗൈസ്.